ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓംകാരബ്രഹ്മവിന്ദുസ്തം ലോകാലോകപ്രവർത്തകം ശ്രീകൃഷ്ണപരമാത്മാനം ഭഗവന്തം ഭജാമ്യഹം. ഹരി ഓം ഹരി ഹരേ കൃഷ്ണ. ദ്വിതീയ സ്കന്ധം ഭഗവത് ഭജനാരംഭം. ചൊല്ലിനി ശേഷം നല്ലൊരു കഥാസാരം. കല്യാണശീലേ ശുഖമൗലിമാലികേ ബാലേ എന്നത് കേട്ട നേരം ചാരിക പൈതൽ താനും നന്ദിച്ചു ജഗന്നാഥം വന്ദിച്ചെന്ന് ഉര ചെയ്താൾ. പരക്കെ സുഖാസനേയിരിക്കും ഋഷികളാലൊരു പ്രേരിതൻ ശുനകനകാമ്പുണർന്നുടൻ പരബ്രഹ്മത്തെ സകലേഷു സംഗ്രഹത്തെ ഇങ്ങുറച്ചുകൊണ്ട് ആചാര്യപദദ്വന്ദ്വാഗ്രം കൂപ്പി സമർപ്പിച്ചൊന്നായി തെളിഞ്ഞിരിക്കും നരവര പ്രമുഖൻ തന്നോട് അരുൾ ചെയ്തിതു മന്ദം മന്ദം. ഭൂപതേ തവ ചോദ്യമത്രയും നല്ലോന്നിത്. പാപനാശനകരം പവിത്രമത്യത്ഭുതം. ആസന്ന മൃത്യുവായുള്ളോർക്കിത് യോഗ്യം തന്നെ. വാസനയുള്ളോർ കുറഞ്ഞിടും അന്നേരത്തേവും. ബോധമുറ്റ് ഉറപ്പവരെങ്കിലോ പലവിധം ബോധക ശ്രോതവ്യങ്ങളുണ്ടല്ലോ ശാസ്ത്രങ്ങളിൽ. എന്നതിലെല്ലാറ്റിലും നല്ലതായി എളുതായി വന്നുകൂടുന്നു ഫലം ഭഗവത് ഭജനത്താൽ. സകല ഭൂതങ്ങൾക്കും ആത്മാവായിരിക്കുന്ന ഭഗവത് ഗുണനാമ ചരിത്രാദികളെല്ലാം ശ്രോതവ്യമാകുന്നതും കേവലം തദ്രൂപങ്ങൾ. ചേതസി സദാകാലം സ്മർത്തവ്യമാകുന്നതും പൂജനം കർത്തവ്യമാകുന്നതും അനുദിനം. വ്യാജമെന്നിയെ പലജാതിയും ഭഗവാനെ മനസാ വാച പരികർമ്മണ ശീലിപ്പത് മാനുഷജന്മത്തെങ്കിൽ നല്ലതു പുരുഷാർത്ഥം സാധിച്ച് ജീവൻ മുക്തരായി വിളങ്ങിയിടും. മഹാബോധികൾ പോലും ഭഗവത് ഗുണങ്ങളിൽ തന്നെ കേവലം രമിക്കുന്നോർ അങ്ങനെ നിത്യം സുഖസേവ്യമായിരിപ്പോന്നു തദ്ഗുണമഹിമകൾ. ഞാനും ഔവണ്ണം ഗുണാതീതനെന്നിരിക്കലും മാനസാനന്ദം പൂണ്ട് ശീലിച്ചേൻ തൽകീർത്തനം. അതിനെ പ്രതിപാദിച്ചിടുന്നു ഭാഗവതമധികം പ്രധാനമായിരിക്കും പുരാണത്തിൽ. അപുരാണത്തെ മമതാതനാം വേദവ്യാസൻ മുൽപ്പാട് ചമച്ചെന്നെ എപ്പേരും പഠിപ്പിച്ചു. തൽപ്രബന്ധത്തെ വിഷ്ണുരാധനാം നിനക്കും ഞാൻ ഉൾപൂവിൽ അത്യാനന്ദ സിദ്ധിതം ചൊല്ലാമല്ലോ. വ്യക്തമാം അതിൽ കൃഷ്ണചരിതം മനോരമ്യം എത്രയും സുഖസാധ്യമെന്ന് കേട്ടിരിക്കുന്നു. തച്ചരിതാനന്ദ പീയൂഷപാനത്തെ കൊണ്ട് തൽകൃതദ്വന്ദ്വം വിട്ടു മുക്തനായി വരും ജീവൻ. വിസ്തരിച്ചത് ചൊല്ലിക്കേൾപ്പിക്കുന്നതിനേതും ഇന്നേതും കാലവിസ്താരം മതിയല്ലെന്ന് ഉൾത്താരിൽ ശങ്കിക്കേണ്ട. ഖട്വാങ്കനെന്നുള്ളൊരു രാജർഷി ശ്രേഷ്ഠൻ പണ്ട് ദുഷ്ടതയാലെ ദൈവാനുഗ്രഹബലവശാൽ പൃഥ്വിയിലിനി ജീവിച്ചിത്ര നാളിരിപ്പൂതെന്ന് ഉൾത്താരിലറിഞ്ഞു സംക്രാന്തി മാത്രത്താലപ്പോൾ മറ്റുള്ള സകല സംഘങ്ങളെ നിവർത്തിച്ച്
മുറ്റിയിടും ഭഗവത് ഭക്ത്യാനന്തരീത്യാതൂർണം. മുക്തനായി പുരുഷാർത്ഥം സാധിച്ചാൻ അലസാദ സപ്തവാസരമായുണ്ടല്ലോ ഭവാനിപ്പോൾ. അപ്പോഴോ ഭഗവത് ഭക്തി പ്രവർത്തിക്കു കാലം. ഇപ്പോഴിങ്ങിവിടെ പോരാഞ്ഞേതും ഖേദിക്കേണ്ട. ഭക്തിമാർഗത്തെ പറഞ്ഞിടുവൻ ചുരുക്കി ഞാൻ. ഉൾത്താരിലുറപ്പോളം കേട്ടാലും വഴി പോലെ. മർത്യനാമവൻ മൃത്യകാലമിങ്ങടുത്ത് സന്നിഗ്ധമെന്നിയേ. ദൃഢചിത്തനായിരിപ്പവൻ വിഗ്രഹാദ്യഖില സംഘങ്ങളും ത്യജിച്ചുടൻ തദ്ഗൃഹത്തിങ്കൽ നിന്ന് സ്വസ്ഥനായി നിവൃത്തനായി തീർത്ഥസ്നാനങ്ങൾ കൊണ്ട് ദേഹശുദ്ധിയും മുഹൂരാത്മശുദ്ധിയെ ക്ഷേത്രോപാസനാദ്യങ്ങൾ കൊണ്ടും ചേർത്തതേ വിവിക്ത ദിവ്യസ്ഥലം പ്രാപിച്ചിരുന്ന് ആസ്തയാ ജിതാസന സംസ്ഥനായി വിനീതനായി ശാന്തനായി പ്രാണായാമശീലനായി മനോജയ സ്വാന്തനായി അനുദിനം ഇന്ദ്രിയജിതനായി ചിത്തകാമ്പുറപ്പോളം ഈശ്വരധ്യാനം ചെയ്ത് മുക്തനായി തൽസാമീപ്യം പ്രാപിച്ചിടണമല്ലോ. ഭക്തനാം നിനക്കുമവണ്ണം ഈശ്വരധ്യാനമുൾത്താരിലുറപ്പിപ്പാൻ കാലമായി വന്നത് ഇപ്പോൾ. വിരാട് രൂപധ്യാനം. നിശ്ചയിച്ചേവം മുനീന്ദ്രോക്തികൾ കേട്ടുണ്ടായ വിശ്വാസത്തോട് വിഷ്ണുരാധനാം നൃപോത്തമൻ ശ്രീശുകൻ തന്നെ തൊഴുത് ആശയവിശുദ്ധനായാശു പിന്നെയും ചോദിച്ചിടിനാൻ. എവ്വണ്ണം ഞാൻ ധ്യാനിക്കേണ്ടുന്നു കനിവോടരുൾ ചെയ്തിടണം. ആനന്ദസാധ്യം മമ സായൂജ്യം വരുത്തുവാൻ. നീതിയോടേവം ചോദിച്ചിടിന നൃപനുള്ളിൽ പ്രീതിയാം വണ്ണം അരുൾ ചെയ്തിതു മുനീന്ദ്രനും. കേട്ടുകൊള്ളുകെങ്കിൽ ഭവാൻ ഭഗവധ്യാനം കൊണ്ട് വാട്ടമെന്നിയേ മോക്ഷം വരുത്തും പ്രകാരങ്ങൾ നീക്കമെന്നിയേ. മനോജയത്തോടനുവേലം കാൽക്ഷണം പിരിയാതെ ഭഗവൽ സ്ഥൂലരൂപം ചിന്തിച്ച് നിത്യമുറപ്പിക്കണം മനക്കാമ്പിൽ തന്തേരുവടി തന്നെ. ലോകങ്ങൾ 14 പാതാളം പാദതലം പാർഷ്ണികൾ രസാതലം മീതഴും ഗുൽഫം മഹാതലവും തലാതലം ജംഘകളെന്ന് തന്നെ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. ജാനുക്കൾ സുതലമങ്ങതല വിതലങ്ങൾ ഈനവൃത്തങ്ങളാകും ഊരുകാണ്ഡങ്ങൾ രണ്ടും. മേദിനി ചക്രം ജഘനോഭയം നഭസ്ഥലം ആദിമധ്യാന്തമില്ലാതവനാഭിസ്ഥലം ദേവലോകം പോലുരസായതു ഗളമൂലം. കേവലം മഹർലോകം ലല്ലാടം തപോലോകം കേളടൂ. ജനലോകം തുണ്ടമായത് സത്യമേള നിർമ്മല ലോകം ഉത്തമാംഗാന്തം പ്രഭൂ. ശക്രാദിലോകപാലന്മാരെല്ലാം കരങ്ങൾ പോൽ ദിക്കുകൾ കർണങ്ങളും ദസ്രന്മാർ നാസായുഗ്മം വക്രമായതുമഗ്നി നേത്രമം ആദിത്യൻ തന്നെ നക്താധിപതി മനസ്സായതെന്ന് അറിഞ്ഞാലും ബുദ്ധിവാഗീശൻ കോപകാരണമഹങ്കാരം രുദ്രനായത് വചസ്സൊക്കെയും ഛന്ദസ്സുകൾ
ഭ്രൂഭംഗം കാലക്രമം ദം ശ്രയന്തകൻ തന്നെ ശോഭതേടീടും ദ്വിജപംക്തികൾ നക്ഷത്രങ്ങൾ ഹാസമായത് ജഗന്മോഹിനി മഹാമായ വാസനാപാങ്കോദയം ഈക്ഷണം ജഗൽ സർവം ഉന്മേഷനിമേഷങ്ങൾ വാസര നിശീധിന്യവും ധർമ്മമായത് പുരസ്സധർമ്മം പൃഷ്ഠഭാഗം സപ്തസാഗരങ്ങൾ പോൽ കുക്ഷിയും ബാഹുദേശം സപ്തമാരുതന്മാരും നിശ്വാസക്രമങ്ങൾ പോൽ നദികൾ നദങ്ങൾ നാടികളാകുന്നതെല്ലാം പൃഥ്വീധരങ്ങൾ പോൽ അസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തദ്രോമങ്ങളല്ലോ നിത്യം ത്രയക്ഷന മഹാദേവൻ ഹൃദയവും നൂനം വൃഷ്ടിരേതസു മഹാമേഹനം പ്രജാപതി പുഷ്ടിയാം മഹിമതജ്ഞാന യോഗീകേശ്വരി വിഷ്ണുവായത് പരമാത്മാവ് പരബ്രഹ്മം ജിഷ്ണുജാത്മജ നരപാലക ശിഖാമണി ഇങ്ങനെയുള്ള ജഗദ്രൂപമാം മഹൽ സ്ഥൂലം ഇങ്ങനെ ഭക്തിയാ നിത്യം ഉൾക്കാമ്പിലുറപ്പോളം മംഗലാകാരം ധ്യാനിച്ചേടിയിൽ അവനങ്ങ് പാപങ്ങളൊക്കെയും തീർന്നു വന്നുകൂടിയിടും മോക്ഷം നിർമ്മലം മഹാമനസാം അവൻ അപേക്ഷകൾ തൻ മനക്കാമ്പിൽ ചേർന്ന് നിന്നതൊക്കെയും വരും കൽമഷഹരന്മായാമയം ഈ പ്രപഞ്ചൈക സന്മയസ്മൃതിക്ക് എളുതല്ലല്ലോ വിചാരിച്ചാൽ നിർമ്മലൻ വിരാൾ പുമാൻ തന്മഹാസൂക്ഷ്മഛായ നമ്മുടെ ഹൃദയത്തിൽ ഉന്മിഷിത്താകും വണ്ണം പൊന്മകുടവും അളകാഭയും ലലാടവും കൺമുനകളും കടാക്ഷാവലോകനങ്ങളും കുണ്ടലങ്ങളും ഗണ്ഠമണ്ഡലങ്ങളും മുഖപുണ്ടരീകവും മൃദുഹാസവും ലളിതവും കമ്പുകണ്ഠവും കരവൃന്ദമായുധങ്ങളും അംബുജമകൾ മേവും നിർമ്മലമണിമാറും ഹാരകൗസ്തുഭവനമാലകളുദരവും ചാരുനാഭിയും ജഘനോഭയമൂരുക്കളും പീതവാസസും തിരുതുടയും ജാനുക്കളും പാദയുഗ്മവും വിരൽ നിരകൾ നഖങ്ങളും ചേവടികളും പ്രവതാപതൊട്ടാകെ ശാന്തം ശോഭിതാഭരണയോഗ്യോദയം മഹാപ്രഭം നീലനീർദനിഭം നിർമ്മലം നിരാമയം ബാലഗോപാലം പരമാമൃതാത്മാനന്ദം കാമദം ധ്യാനിച്ച് ദിവ്യന്മാരാം മഹത്തുക്കൾ സാമോദം മോക്ഷം പ്രാപിച്ചിടുന്നു നിരാകുലം ഏവമത്യാന്ത സംസിക്തമാം ഹരിരൂപം പാവനാകാരം ധ്യാനിക്കാം അവയവങ്ങളാൽ ശ്രീ മഹാവിഷ്ണുരൂപഭേദങ്ങൾ ഓരോന്നോരോന്ന് ആമയഹരം പരലോകസിദ്ധിതം പരം സാലോക്യാദികളെല്ലാം സാധിക്കുന്നതിനാലേ കാലദേശാവസ്ഥകൾക്കൊത്തവൻ ഒത്തവാറ് അറിഞ്ഞാലും യോഗികൾ ആരൂപമാമാനന്ദം പരബ്രഹ്മം യോഗമംഗലം ധ്യാനിച്ചിടുന്നു നിരന്തരം മാനസേന്ദ്രിയ ദേഹശുദ്ധികളോടും ദിവ്യമാനുഷർക്ക് ഒഴിഞ്ഞത് സാധ്യമായി വരായല്ലോ. ദേശികൻ തന്നോട് ഉപദേശവാക്യത്തെ കേട്ടാൽ ആശയവിശുദ്ധനായ ആനന്ദ സമന്വിതം കാരുണ്യഹൃദയനായി
സത്യമായി ഈശ്വരാജ്ഞയാവരും കാര്യങ്ങളനുഷ്ഠിച്ച് രാഗാദിദോഷങ്ങളും വേർപെടുത്ത് അനുദിനമേഷണത്രയങ്ങളുമാവോളം അകലത്ത് വേർപെടുത്താകും വണ്ണം കാണായതെല്ലാം പരബ്രഹ്മ നിർമ്മല ബീജം പ്രാണികളെന്നുള്ളൊരു കൗതുകത്തോടും ഗോപനീയാത്യുത്തമ മംഗളദേശം ബുക്ക് താപശീതാദികളും സഹിച്ച് സമബുദ്ധ്യാ ദേഹമധ്യസ്ഥം സുഷുമ്ന പരമഹാനാടി ദേഹികൾക്കിടയാതി നാഡീഭീരവി ആവേഷ്ടിതം ജീവനായി വിളങ്ങും ആത്മാവ് നിർമ്മലം പരം ജീവൻ പരമാത്മാവെന്നത് നൂനം യോഗമായത് തയോരൈക്യമെന്നതുകൊണ്ട് ഉചിതാസനസ്ഥനായി ഋജുകായൻ നാളിക സൂത്രം പോലെ മേവിടും സുഷുമ്നയിൽ നാളമധ്യത്തിങ്കലഗ്രാന്തസ്ഥ നിവാസസ്ഥം മൂലാധാരാഖ്യേ തത്ര ദീപവൽ ജീവാത്മാവു നാലുകൾ മധ്യേ ശോഭിച്ചിടുന്നു സർവാത്മന തൽസ്വയം പ്രഭയിങ്കിൽ നിന്നുണർന്നിടും ജീവൻ തൽസ്വതാലിംഗത്തോടും പാതിപാതിത്വത്തോടും തമ്മിലന്യോന്യം പ്രാണാപാനന്മാരൊരുമിച്ച് ജന്മമൂലത്തിങ്കലങ്ങ് ഒന്നിപ്പാൻ അനുഗ്രഹാൽ തന്നെ ആച്ഛാദിച്ച് സംഭ്രമിച്ചു കിടന്നിടും കുണ്ടലിന്യാഖ്യാശക്തി തന്നെയും ഉണർത്തിത്താൻ മന്ദമന്ദം മൂലാഗ്നി തന്നോടും ഒരുമിച്ച് മന്ദമെന്നിയെ ചക്രഷട്കങ്ങൾ ഭേദിച്ചുടൻ തന്നിലകളിൽ ചേർന്ന് നിന്ന ഭൂതാത്മാക്കളെ തന്നോട് കൂടെ ചേർത്തുകൊണ്ട് ആധാരങ്ങൾ കടന്ന് ആറ് കഴിഞ്ഞാൽ ഉടനങ്ങ് തുടർന്നീരാറാം നില തന്നിലുണ്ടൊരു പത്മം തെളിഞ്ഞ് 1008 ദളങ്ങളോടുകൂടി വിളങ്ങും തൽക്കർണികാഗ്രാന്തസ്ഥ സത്യാനന്ദം വരുന്ന വെളിവിങ്കൽ നിരന്ന് കാണാം പരാപര ജ്യോതിഷം പരമാത്മാനമക്ഷദ്വയം മുറിഞ്ഞു നിൽക്കും പ്രാണവാസന നാളത്തൂടെ തടഞ്ഞിടാതെ വഴി തുടർന്നങ്ങേറിച്ചെന്നാൽ കലർന്നുകൂടും ബ്രഹ്മസ്വതയാലയിച്ചതാനരിഞ്ഞൊന്നാകും ഹൃദം ഉരുകിച്ചേരും പോലെ പറഞ്ഞിടരുതാതെ പരമാനന്ദത്തോടും നിറഞ്ഞു താനായി ചമഞ്ഞിരിക്കുന്നവൻ പിന്നെ വിരഞ്ഞു ജഡം വിട്ടങ്ങൊഴിഞ്ഞു പോകും നേരം തിരിഞ്ഞു മൂർധ്നി മധ്യം തുളഞ്ഞു പുറപ്പെടും തികഞ്ഞ കലകളാൽ വിളങ്ങും സുധാകരൻ വിരഞ്ഞു പൊങ്ങും വണ്ണം ഉയർന്നങ്ങ് അനുക്രമാൽ കടന്നു ലോകങ്ങളും കണ്ട് തുടർന്ന് വളർന്നെഴും പരമാനന്ദത്തോടെ സത്യലോകത്തെ പ്രാപിച്ചുത്തമ സഭാതലെ സത്തുക്കളെല്ലാവർക്കും മുഖ്യനായ അനുദിനം വിദ്യാബ്ധിമധ്യേ കിടന്ന് അത്യന്തം നീന്തി തളർന്ന് അദ്വൈതപാരം ഗമിച്ചിടുവാൻ അകതാരിൽ ശ്രദ്ധിച്ചു വസിക്കുന്ന ഭക്തന്മാർക്ക് ആത്മജ്ഞാന തത്വോപദേശം ചെയ്ത് തൽപ്രകാശാത്മാക്കളാൽ നിത്യസംപൂജ്യമാനനായി പരമാനന്ദ സംസിക്തനായി ചമഞ്ഞ് പത്മോദ്ഭൂത കാൽപാന്തത്തിൽ സത്വരം ഹൃദയത്തിൽ ബ്രഹ്മനോടൊരുമിച്ച് സദ്ഗതി ലഭിക്കുന്നു. സത്യമെന്ന് അറിഞ്ഞാലും
തദ്യോഗഹംസപ്രയോഗത്തിന് വിഷമമുണ്ടത്രയും അതിൽ തുലോ എഴുതായൊന്നുണ്ടല്ലോ. ഭക്തിയോഗാഖ്യം പരമാനന്ദരസായനം വ്യാജമെന്നിയെ പരമാചാര്യപ്രസാദത്താൽ സാധിക്കാമത് സർവാത്മാക്കൾക്കും സദാകാലം സാധിക്കാ ഒരു മുക്തി സാധനം ഉപദേശം ബോധിപ്പാൻ പ്രയത്നമില്ലേതുമേ ശീലിപ്പാനും ബോധത്തെ തരും സാധിപ്പിച്ചിടും കൈവല്യവും സാധിപ്പാനെഴുതത് നിനക്കെന്നരുൾ ചെയ്ത് ബോധിപ്പിച്ച് അരുളിനാൻ ദ്വാദശാന്തം സത്യം. ഇങ്ങനെ ശുകൻ പരീക്ഷത്തിനോടരുൾ ചെയ്തത് അങ്ങനെ തന്നെ സുതൻ ശൗനകാദികളോടും. ഇങ്ങനെ ശുകൻ പരീക്ഷത്തിനോടരുൾ ചെയ്തത് അങ്ങനെ തന്നെ സൂതൻ ശൗനകാദികളോടും മംഗലവാച പറഞ്ഞേടിനതെല്ലാം കേട്ട് തിങ്ങിന കുതൂഹലം പൂണ്ട് ശൗനകാമുനി ചോദിച്ച് അനുഗ്രഹ സ്രവസാകിയ സൂതൻ തന്നോട് ആധിക്യം വളർന്നരും ശ്രീ സുഖമഹാമുനി ചൊല്ലിയതെല്ലാം കേട്ട് ചോദിച്ചത് എന്തൊന്ന് അതികല്യാണശീലൻ മഹീവല്ലഭൻ അവനോട് ചൊല്ലിയതുടനെ അതിനുത്തരം എന്തൊന്നത് ചൊല്ലടു സവിസ്തരം ഏതുമേ മടിയാതെ. നല്ലവരുടെ സംവാദങ്ങളെ കേൾക്കുന്നുള്ളതല്ലോ മാനുഷജന്മ സാഫല്യമാകുന്നതും ഭഗവത് ചരിത നാമസ്മൃതി പൂജാദികൾ ഭഗവത് ഭക്തന്മാരാൽ അനുവർത്തിച്ചതെല്ലാം ഭഗവത് ഭക്ത ശിഷ്യന്മാർ അതിഭക്തിയാ നിത്യം ഭഗവത് പ്രസാദേന ചൊല്ലിയിടും കഥാമൃതം. ഭഗവത് കാരുണ്യമുണ്ടായി ചമഞ്ഞിടും നേരം ഭഗവത് ഭക്തിയാ കേട്ടുകൊള്ളുകിൽ അതിന്മീതേ ജനന സാഫല്യമില്ലിവിടെ വരുത്തുവാൻ തനിയെ വിചാരിക്കിൽ. അകമേ ദിനം തോറും മനുജ ശരീരാംശ നിഖില മുഖങ്ങളാൽ മനസാ ഭഗവത് സേവാരാധി ചെയ്തിടണം. അതിനായുള്ള അവയവങ്ങൾ അത് ചെയ്യാത്തതിനാൽ ഒരു ഗുണമുളവായി വരാമേലിൽ യാതൊരംഗങ്ങൾ കൊണ്ട് ഭഗവത് വിഷയാനുയാതമല്ലാതെ വൃഥാകാരേണ വർത്തിപ്പത് ജീവനിൽ അതിനതി നിന്ദ്യമെത്രയും മരപ്പാവകൾ കൊക്കും ദൈവനാസികാംഗികളെല്ലാം. സേവകന്മാരിൽ കൃപാവാരിധി ജഗന്നാഥൻ ദേവപാദപം പോലെ നിൽക്കുന്നു ഭക്തപ്രിയൻ. അങ്ങനെയുള്ള ഭഗവൻ മാഹാത്മ്യങ്ങൾ തെളിഞ്ഞിങ്ങനെ എനിക്കിനിയും നീ ചൊല്ലടൂ മഹാമതേ. ശൗനകനെ പറഞ്ഞിടിനൊരളവെങ്കിൽ മാനസാനന്ദം കൊണ്ട് സൂതനും കൂടെ ചൊന്നാൻ. ശ്രീശുകനരുൾ ചെയ്ത ഭഗവത്ധ്യാനാമൃതമാശയം തെളിവോളം പാനം ചെയ്ത് അവനീശൻ ദിവ്യചേതസാ കനിവോടുടൻ സർവേന്ദ്രിയ സേവ്യനായ അഖില ലോകൈക കാരണനായ മാധവനുടെ ജഗൽ സ്വർഗാദി ചരിത്രങ്ങൾ ആദ്യ തീർത്തിന്നും പുരുഷാർത്ഥ സാധനം ചെന്നേ മോദമാർന്ന് അരുൾ ചെയ്യുന്നിങ്ങനെ വിചാരിച്ചത് ആദരപൂർവം കേട്ടു ശ്രീ സുഖമുനീന്ദ്രനും. ഭാഗവതാഖ്യമിവനെന്ന് ഞാൻ കേൾപ്പിപ്പനെന്ന് ആഗമാന്താർത്ഥ പൊരുളാകിയ ഭഗവാനെ ശ്ലോകങ്ങൾ കൊണ്ട് നന്നായി സ്തുതിച്ച് നമസ്കരിച്ച്
ഏകാത്മവാക്യപ്രസാദം മമ ദിനം പ്രതി ശീലിപ്പാനരുളുകെന്നർത്ഥിച്ച് വിരിഞ്ചകീലാലത സംവാദം കൊണ്ട് ആരംഭിച്ച് അരുളിനാൻ. ആദിയിൽ ശ്രീനാരദൻ പ്രപഞ്ച സൃഷ്ടിയാദികൾക്ക് ആധാരാശ്രയമായ ഒരാത്മതത്വാർത്ഥം ചെമ്മെ ചേതസിമോദാൽ ഗ്രഹിച്ചിടുവാൻ അപേക്ഷ ചേർന്ന് ആദരാൽ പിതാവായ ധാതാവോടർത്ഥിച്ചപ്പോൾ ധാതാവ് തനേനായ പൊഴുത് അരുൾ ചെയ്താൻ. ആദിയിലാദ്യനായ ഭഗവത് കടാക്ഷത്താൽ ക്ഷോഭിച്ചു ചമഞ്ഞത് പ്രകൃതി മഹാമായ ശോഭിച്ചത് അവളിൽ നിന്നഞ്ജസാ മഹത്വത്വം ബ്രഹ്മാണ്ടമതിങ്കിൽ നിന്നുത്ഭവിച്ചത് നാഥൻ തന്മഹൽ സ്ഥൂല രൂപമായി കൊണ്ടാൻ. അതിനാലെ തന്നവയവങ്ങൾ ഈ 7 ലോകങ്ങൾ കൊണ്ട് തന്നെ പാലിച്ചാൻ. ലോകപാലകാദികളെയും എന്നെല്ലാം പ്രപഞ്ച സൃഷ്ടിയാദികൾ അവർണ്യമാകുന്നത് മായാമയനാകുന്ന ഭഗവാന്റെ മഹത്വം പരിച്ഛേദിക്കാവതല്ലോ ഭൂവി. മഹദ്വേദികളായുള്ളവർക്കും എന്നാകയാൽ ജഗൽക്കാരണൻ വരാഹാദ്യവതാരം ചെയ്തു ജഗത്തിങ്കലേക്ക് അനുഗ്രഹിച്ചു വർത്തിച്ചിടും. ചരിത്രങ്ങളെ ശീലിച്ച് അനൽപാദരഭക്തിയ ധരിച്ചിടുന്നു കൃപാലഭത്തെ മഹത്തുക്കൾ. അങ്ങനെ ഭഗവത് കാരുണ്യത്താൽ അതിശയമങ്ങകം തെളിഞ്ഞതിശുദ്ധമായി വിളങ്ങിയിടും നിർമ്മലാത്മാക്കൾ മഹദ്വേദികൾ ആത്മജ്ഞാനജന്മബോധേന പരബ്രഹ്മ സംഗ്രഹണത്താൽ ഭക്തന്മാർക്ക് ഉപദേശം ചെയ്ത് സങ്കടം തീർത്ത് മുക്തിമാർഗത്തെ കാട്ടിക്കൊടുപ്പോരെന്നിത്യർത്ഥം സൃഷ്ടാവ് തെളിഞ്ഞ് അരുൾ ചെയ്തു നാരദന് സന്തുഷ്ടി ചെയ്തരുളിനാൻ എന്ന് കേട്ടൊരു നേരം. ഉപദേശക്രമം. പൃഥ്വീശൻ ചോദ്യം ചെയ്താൻ നാരദനത് പിന്നെ സത്തുക്കൾക്കാർക്കാനും താൻ ഉപദേശിച്ചാനെങ്കിൽ സത്വരം അതുമെനിക്കരുളി ചെയ്തിടണം. യുദ്ധമാഹന്ത കേട്ട് ശ്രീശുകനത് നേരം നിശേഷാർത്ഥങ്ങൾ സകലേശ്വരൻ നാരായണൻ വിശ്വപാലകൻ ജഗൽ സർഗാദി ചരിത്രങ്ങൾ വർത്തിച്ചോരവസ്ഥകളാദിയായ എല്ലാറ്റിനും ഉത്തരമായി കൊണ്ടത്ര ശുദ്ധമായി വിളങ്ങിയിടും ശ്രീ മഹാഭാഗവതം പുരാണോത്തമരുൾ ചെയ്താൻ. ആഭയ ഗുരുപാരമ്പര്യാതി സകലവും തൽപ്രബന്ധത്തെ സംക്ഷേപിച്ചുടൻ നിനക്ക് ഞാൻ ഇപ്പോഴുള്ള അവസരം കൊണ്ടാവതറിയിക്കാം. എങ്കിലോ മുന്നം തൻ്റെ നാഭിയിലുളവായ പങ്കജാസനൻ അപേക്ഷിക്കയാൽ അഖിലേശൻ പങ്കജനാഭന് ഉപദേശിച്ചാൻ ഭാഗവതം. പങ്കജോത്ഭവൻ താനും തന്നോട് തനേനാം നാരദൻ തപന്നിക്ക് ഉപദേശിച്ചാൻ. അത് പിന്നെ നാരദൻ വേദവ്യാസൻ തനിക്കും അതുപോലെ വ്യാസനും എനിക്ക് ഉപദേശിച്ചാനതു മുതാ. വാസനയേറും നിനക്കൊക്കവേ വഴി പോലെ ചൊല്ലുവനെല്ലാം ദശലക്ഷണമായിട്ടുള്ളൊന്നല്ലോ കേവലം ജഗൽ സർഗാതിക്രമവശാൽ സർഗവും വിസർഗവും സ്ഥാനവും പോഷണവും സദ്ഗുണനിധേ പുനരൂതികൾ മന്വന്തരം
ഈശാനുകഥാനിരോധം പുനരിവിടെ ഭൂമീശാമുക്തിയും പിന്നേതാശ്രയം എന്നീ വണ്ണം 10 ലക്ഷണങ്ങളാകുന്നിതങ്ങവപത്തും വിസ്തരിച്ച് ഓരോന്നോരോന്നായരുൾ ചെയ്തു താതൻ. ഇവറ്റിൽ 10-ാമതാമാശ്രയം അതിമുഖ്യം പവിത്രം. അതിനെ സാധിപ്പാനായി മറ്റൊൻപതും വധിച്ചിടുന്നു. ബ്രഹ്മപ്രതിപാദകമായിട്ടുദിക്കും ഭാഗവത പ്രാമാണ്യമാർഗത്താലേ. വധിച്ചേനേവം സംക്ഷേപിച്ചുടൻ ദ്വിതീയാർത്ഥം പഠിക്കാം. ഇനി തൃതീയാദികൾ ഓരോന്നിനാൽ. ഇതി ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ ദ്വിതീയസ്കന്ധഃ സമാപ്തഃ. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം.